കേരളത്തിലുള്ള വിദ്യാസമ്പന്നന്മാരെ കൃഷി എന്തെന്ന് അറിയാൻ മേലാത്തവർ കോടിക്കണക്കിന് രൂപ നമ്മുടെ കൃഷിയുടെ പേരും പറഞ്ഞ് ആ കസാരയിരുന്ന് ഞെളിഞ്ഞ് മേടിക്കുന്ന സാറുമാരെ നിങ്ങൾ ഇതൊന്ന് കണ്ടോ? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷിക്ക് ഭൂമി ഒരുക്കിയിട്ടിരിക്കുന്ന കണ്ടോ? ഈ പൈപ്പ് ലൈൻ കണ്ടോ? ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ബോർവെൽ കാണുന്നുണ്ട്, അങ്ങേയറ്റത്തുണ്ട്, ഇവിടെ എന്നാൽ കാണാം. ഇതുപോലെ എല്ലാ പുരയിടങ്ങൾക്കും ഇതുപോലൊരു ബോർവെൽ അടിച്ച് ഒരു സ്ഥലം കാണും. അപ്പം ഇതെല്ലാം സർക്കാർ ഫ്രീ ആയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. കറണ്ട് ബില്ലും കാര്യങ്ങളും ഈ ബോർവെൽ അടിക്കുന്നതിന് സംവിധാനങ്ങളും എല്ലാം സർക്കാർ ഫ്രീ ആയിട്ട് കൊടുത്ത് ഇവിടുത്തെ കർഷകരെ ജോലിയെടുക്കുന്ന രീതിയിലാക്കിയെടുത്ത് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ചെയ്ത് ഇവരെ ഇവിടെ കൃഷിക്കിറക്കും. ഇവർ കൃഷി ചെയ്യുന്ന ഈ കൃഷി ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഞണ്ണും. പ്രതികരണശേഷിയില്ലാത്ത ഒരു വലിയ ജനതയാണ് കേരളത്തിൽ കിടക്കുന്നത്. അവൻ വീട്ടിൽ നിന്ന് തിന്നുന്ന സാധനം എടുത്ത് പുരയിടത്തിലോട്ട് വലിച്ചെറിഞ്ഞ് അവിടെ വല്ലതും ഉണ്ടായാൽ അത് തിന്നും. സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ അവൻ അറിയത്തില്ല. അറിയാനായിട്ട് കസാരയെ പിടിച്ച് ഇരുത്തിയിരിക്കുന്നവന്മാർക്കും അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, അദ്ദേഹം അയൽ സംസ്ഥാനത്ത് പോയി അവിടുത്തെ കൃഷികളും കാര്യങ്ങളും കണ്ട് അവിടുത്തെ മാവിൻ തോപ്പൊക്കെ കണ്ട് അദ്ദേഹം നാട്ടിൽ വന്ന് ഒരു 100-150 മാവും തൈ വെച്ചപ്പോൾ അത് ഫംഗസ് ഉണ്ടായി. ഏലാപ്പീസിൽ ചെന്നു, അതായത് നമ്മുടെ കൃഷി ഓഫീസർമാരൊക്കെ ചെന്നു, ഫംഗസ് ഉണ്ടായി. ഫംഗസ് ഉണ്ടായെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് മൂടോടെ പിഴുത് തീക്കകത്തിടാൻ. അപ്പോൾ അതിന് പ്രതിരോധമാണ് അത് മൂടോടെ പിഴുത് തീക്കകത്തിടാൻ. ഈ പോട്ടന്മാർക്ക്, ഈ മരമണ്ടന്മാർക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാനേ അറിയത്തുള്ളൂ. എങ്ങനെ ഒരു കർഷകനെ അതിൽ നിന്ന് രക്ഷിക്കണമെന്നും അതിനെന്താണ് പ്രതിവിധിയെന്നും പറഞ്ഞു കൊടുക്കാൻ മേലാത്ത ഊളകളെ നീയൊക്കെ ആ കസാരയിൽ നിന്ന് ഇറങ്ങി പോടാ, ഞങ്ങളുടെ ടാക്സ് മേടിക്കാതെ. എനിക്കതാ പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, എനിക്കറിയാം വലിയ തീയിൽ ഇടാൻ, അല്ലാതൊരു പ്രതിവിധി അവർക്കറിയത്തില്ല. അപ്പോൾ അടുത്തുള്ളതിന് പിടിക്കും. അപ്പോൾ അടുത്തുള്ളതിന് പിടിക്കാതിരിക്കാനുള്ള സംവിധാനമാണ് നീ പറഞ്ഞു കൊടുക്കേണ്ടത്, ആ കൃഷി നശിക്കാതിരിക്കാനുള്ളത്. ഇവിടുത്തെ കൃഷി ഓഫീസർമാർക്കറിയാം. ഇവരൊക്കെ പുറകെ നടന്നാണ്, കർഷകൻ്റെ കൂടെ നിന്നാണ് കൃഷി ചെയ്യിക്കുന്നതും കൃഷി രീതികൾ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ നമ്മൾ കേരളം വിടേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. നമുക്കൊരു സബ്സിഡി ഇല്ല. കുട്ടനാട്ടിലെ കർഷകൻ കരയുകയാണ്. അവനെ അകപ്പാടെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആ നെല്ലുണ്ടാക്കിയാൽ ഇവന്മാരെടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ഇടനിലക്കാരൻ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഇടനിലക്കാരൻ അതിൻ്റെ കാശടിച്ചുകൊണ്ട് പോവുക. 8 കിലോ 10 കിലോ ഒക്കെ 100 കിലോയെ കുറവ് പറയുക. അതിൽ അഴുക്കാണ്, പൊടിയാണ്, വെള്ളത്തിൻ്റെ മയമുണ്ട്, അതിൻ്റെ അകത്ത് പതിരുണ്ട്. ഇപ്പം പറയുന്ന വിഷയം കൊണ്ടെന്ന് വെച്ചാൽ പതിരടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ജനതകളെ എത്ര കാലം നീ എല്ലാം കൊള്ളയടിച്ച് ജീവിക്കും? അതുകൊണ്ട് നിങ്ങൾ കാശുള്ളവരൊക്കെ നേരെ തമിഴ്നാട്ടിലോട്ടും കർണാടകത്തിലോട്ടും കയറുക. ഇവിടുത്തെ സർക്കാരെല്ലാം ഫ്രീ ആയിട്ട് തരും. 10-25 ഏക്കറുകൾ മേടിച്ചാൽ മതി, നിസ്സാര വിലയേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക. നാട്ടിലെ മാളുകളുടെ ബഹളമാണ്, ഇഷ്ടം പോലെ മാള് വരുന്നുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ടെത്തി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യുക. ഇതൊരു നല്ല ഒരു ഉപദേശമായിട്ട് എടുക്കുക. ഈ കോടിക്കണക്കിന് രൂപ നമ്മുടെ ശമ്പളം മേടിച്ച് ആ കസാര ഇരിക്കുന്ന ഇവന്മാരെ പിരിച്ചു വിടുക. എന്നിട്ട് ആ പൈസ നിങ്ങൾ സബ്സിഡിയായിട്ട് മേടിച്ചുകൊണ്ട് നിങ്ങളിതുപോലുള്ള നല്ല കൃഷിരീതികളൊക്കെ തുടങ്ങുക. അപ്പോൾ വിഷമില്ലാത്ത ആഹാരം നമുക്ക് കഴിക്കാം. ഓക്കേ, അടുത്തൊരു വീഡിയോ കാണും വരെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്ന മലയാളികളെ പ്രതികരിച്ചു തുടങ്ങുക.